വയനാട് പുനരധിവാസത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ഉയർന്ന നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിധി. നേരത്തെ നൽകിയ 26 കോടിക്ക് പകരം 17 കോടി കൂടി കെട്ടിവെക്കണം. ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഷബ്ന, വലിയ തുകയാണ് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ 17 കോടി കൂടി അധികം നൽകണം എന്ന് മാത്രമാണ് കോടതി വിധി. തീർച്ചയായും ഇപ്പോഴേതായാലും ഏറ്റവും പുതുതായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന്, അതായത് ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കുന്നതിന് ഇപ്പോൾ നിയമ തടസ്സമില്ല. അത്തരത്തിൽ ഒരു ഭൂമി ഏറ്റെടുക്കാം എന്ന് തന്നെയാണ്. എന്നാൽ ഈ 17 കോടി കൂടി കെട്ടിവെക്കണം എന്നാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. നേരത്തെ 26 കോടി കെട്ടിവെക്കാൻ സർക്കാർ കെട്ടിവെക്കുകയും അതോടൊപ്പം തന്നെ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അധികമായി 17 കോടി കൂടി ഇപ്പോൾ കെട്ടിവെക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ എൽസ്റ്റൺ ടി എസ്റ്റേറ്റ് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഇപ്പോൾ വിധി പറഞ്ഞത്. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഏറ്റെടുക്കുന്ന 78.73 ഹെക്ടർ ഭൂമിക്ക് 549 കോടി മൂല്യമുണ്ട് എന്നതായിരുന്നു എസ്റ്റേറ്റിന്റെ വാദം. 549 കോടിയുടെ മൂല്യമുള്ള എസ്റ്റേറ്റിന് വെറും 26.51 കോടി മാത്രമാണ് സർക്കാർ നിശ്ചയിച്ചത്. ആ തുക ഹൈക്കോടതിയിൽ കെട്ടിവെച്ച് പ്രതീകാത്മകമായി സ്ഥലം ഏറ്റെടുത്ത് ടൗൺഷിപ്പിന്റെ നിർമ്മാണോദ്ഘാടനവും സർക്കാർ നടത്തിയിരുന്നു. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം വലിയ തുക നഷ്ടപരിഹാരമായി ലഭിക്കേണ്ടതാണ്. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് സർക്കാർ മൂല്യനിർണ്ണയം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു എസ്റ്റേറ്റ് കോടതിയിൽ വാദിച്ചിരുന്നത്. ഏതായാലും എസ്റ്റേറ്റ് ഉടമകൾ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ 17 കോടി കൂടി സർക്കാർ അധികമായി കെട്ടിവെക്കണം. നിലവിൽ 26 കോടി മാത്രമാണ് കെട്ടിവെച്ചിട്ടുള്ളത്. അത്രയും തുക പോരാ. എന്നാൽ ഈ ഹർജിക്കാർ ഉന്നയിച്ചിരുന്ന 546 കോടി എന്നത് അത്രയും വലിയ തുക കെട്ടിവെക്കേണ്ടതില്ല. 17 കോടി കൂടി കെട്ടിവെക്കണം എന്നതാണ് കോടതിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായ ഉത്തരവ്. ഷബ്ന, അതായത് 26 കോടി രൂപ സർക്കാർ കെട്ടിവെക്കാം എന്നുള്ളത് അറിയിച്ചതാണ്. കെട്ടിവെച്ചിരിക്കുന്ന തുകയാണ്, അനുവദിച്ച തുകയാണ്. 17 കോടി എന്ന് പറയുമ്പോൾ 43 കോടി രൂപ ഇതിന്റെ നഷ്ടപരിഹാരമായി ഉടമയ്ക്ക് നൽകണം. അങ്ങനെയാണല്ലേ വിധി? തീർച്ചയായും. കാരണം ഈ 26 കോടി എന്നത് നേരത്തെ തന്നെ സർക്കാർ കെട്ടിവെച്ചിരുന്നു. അത് ഹൈക്കോടതിയിൽ കെട്ടിവെക്കുകയും അതോടൊപ്പം തന്നെ പ്രതീകാത്മകമായി സ്ഥലം ഏറ്റെടുത്ത് ടൗൺഷിപ്പിന്റെ നിർമ്മാണോദ്ഘാടനവും സർക്കാർ നിർവഹിച്ചിരുന്നു. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം വലിയ തുക നഷ്ടപരിഹാരം ലഭിക്കണം എന്നതാണ് ഈ ഹർജിക്കാർ ഉന്നയിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് സർക്കാർ മൂല്യനിർണ്ണയം നടത്തിയത് എന്ന വാദവും ഇവർ ഉന്നയിച്ചിരുന്നു. മറ്റൊന്ന് ഇവർ ഉന്നയിച്ച ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, എസ്റ്റേറ്റിലെ തേയിലച്ചെടികൾക്ക് തന്നെ 82 കോടി രൂപയുടെ മൂല്യം വരും. കമ്പനി കെട്ടിടങ്ങൾ 20 കോടി വരും. ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ക്വാർട്ടേഴ്സുകൾ അടക്കം കെട്ടിടങ്ങൾ വേറെയുണ്ട്. എന്നാൽ നോട്ടീസ് പോലും നൽകാതെയാണ് മൂല്യനിർണ്ണയം നടത്തിയത് എന്നതായിരുന്നു ഇവരുടെ പരാതി. സർക്കാർ ഇതിന് വാദം ഉന്നയിച്ചത് സമീപ പ്രദേശത്ത് നടന്ന ഭൂമി ഏറ്റെടുക്കൽ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചാണ് ഈ നഷ്ടപരിഹാരം കണക്കാക്കിയത്. സമീപത്തെ ഭൂമി വിൽപ്പന നടത്തിയതിന്റെ തുക ഏകദേശം കണക്കാക്കിയാണ് ഈ 26 കോടി നിശ്ചയിച്ചത് എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. കോടതി ആവശ്യപ്പെട്ടാൽ ന്യായവില കണക്കാക്കി നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണെന്നും അതോടൊപ്പം നഷ്ടപരിഹാര തുക 42 കോടിയായി ഉയർത്താമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. 16 കോടിയുടെ വർധന ഹർജിക്കാർക്ക് അത്തരത്തിൽ ലഭിക്കും എന്ന് ഇന്നലെ തന്നെ സർക്കാർ കോടതിയെ അറിയിച്ചതാണ്. ഇന്നിപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് 17 കോടി കൂടി കെട്ടിവെക്കാനാണ്. ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സർക്കാരും ഹർജിക്കാരും തമ്മിലുള്ള തർക്കം ഇപ്പോൾ നിലവിൽ സിവിൽ കോടതിയുടെ പരിഗണനയിലാണ്. അതിനാൽ തുക പ്രത്യേക അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ തയ്യാറാണെന്നും സർക്കാർ ഇന്നലെ കോടതിയെ അറിയിച്ചിരുന്നു. ഏതായാലും കോടതി ഇപ്പോൾ 17 കോടി കൂടി അധികമായി കെട്ടിവെക്കാൻ നിർദ്ദേശിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏറ്റെടുക്കുന്ന 78.73 ഹെക്ടർ ഭൂമിക്ക് 549 കോടിയുടെ മൂല്യമുണ്ട് എന്നതായിരുന്നു ഇവർ ഉന്നയിച്ചിരുന്ന വാദം. സർക്കാർ നിശ്ചയിച്ച 26.51 കോടി രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെച്ച് പ്രതീകാത്മകമായി ഇത്തരത്തിൽ സ്ഥലം ഏറ്റെടുക്കുകയും സർക്കാർ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ ഹർജിയുമായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതോടൊപ്പം തന്നെ ഹാരിസൺ എസ്റ്റേറ്റും കോടതിയിൽ സമീപിച്ചിരുന്നു. ഹാരിസൺ എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. എൽസ്റ്റൺ എസ്റ്റേറ്റ് ആണ് ഈ ഹർജിയിൽ ഇപ്പോൾ ഇടക്കാല ഉത്തരവ് സമ്പാദിച്ചത്.
ഉറപ്പായും ഷബിന് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആദ്യഘട്ട ടൗൺഷിപ്പ്, ഒന്നാം ഘട്ടം ആദ്യഘട്ട ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നിട്ടുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻസിന്റെ കീഴിലുള്ള എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അവിടെ ടൗൺഷിപ്പ് അടുത്ത ഘട്ടത്തിൽ, ഇനി കൂടുതൽ ഗുണഭോക്താക്കൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം സർക്കാർ അറിയിച്ചതാണ്. ഇപ്പോൾ 17 കോടി രൂപ കൂടി അധികമായി കെട്ടിവെക്കണം. അതായത് 43 കോടി രൂപ ഇതിന്റെ നഷ്ടപരിഹാരമായി അല്ലെങ്കിൽ ഉടമയ്ക്ക് നൽകുന്നതിനാണ് ഇപ്പോൾ കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. 42 രൂപ ഭൂമിയുടെ ന്യായവില ഉയർന്നതുമായി ബന്ധപ്പെട്ട് 42 കോടി രൂപ നൽകാം. 26 കോടി രൂപയ്ക്ക് പുറമെ 16 കോടി രൂപ കൂടി നൽകാമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത്. പക്ഷേ 17 കോടി നൽകാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 549 കോടി രൂപ ഈ എസ്റ്റേറ്റിന് നൽകണം. അവിടുത്തെ തേയില ചെടികൾക്ക് മാത്രം ഏതാണ്ട് 80 കോടിയോളം രൂപ വിലയുണ്ട് എന്നുൾപ്പെടെയുള്ള വാദഗതികളാണ് ഇവിടെ ഈ ഭൂമി ഉടമ, എസ്റ്റേറ്റിന്റെ ഉടമ ഉൾപ്പെടെ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. ന്യായവില എന്ന ഒരു ഉപാധിയിൽ മാത്രം കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുകയാണ്. 43 കോടി രൂപയാണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കുള്ള, ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ആദ്യഘട്ട ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന വയനാട് കൽപ്പറ്റയിലുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമയ്ക്ക് നൽകാനായി ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർണായകമായ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷബ്നാസിയ.